ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റനാജും അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ എക്സാം അല്ല, നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക. നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും എളുപ്പം ഉണ്ടായിരുന്നോ ടഫ് ആയിരുന്നോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. പിന്നെ എന്താണ്, കുറെ പേർക്കൊക്കെ വൈകുന്നേരം ആയിരിക്കും എക്സാം കഴിയുന്നത്. അപ്പം SSLC-കാരൊക്കെ നിങ്ങൾക്ക് ഇന്ന് കെമിസ്ട്രിയും ഫിസിക്സും ആണല്ലേ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണം. എന്നിട്ട് നാളെ നിങ്ങൾക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതാണ് സോഷ്യലും ബയോളജിയും അല്ലേ, അടിപൊളി. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെയായിരുന്നു, നല്ല കഷ്ടപ്പാടായിരുന്നു കഴിഞ്ഞ വർഷം, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, മോഡലല്ലേ, നിങ്ങൾക്ക് അറിയുന്നൊക്കെ പഠിച്ച് അല്ലെങ്കിൽ വായിച്ച് പോയിട്ട് നിങ്ങൾ എഴുതിയിട്ട് വന്നോളൂ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, കെമിസ്ട്രിയും ബയോളജി. ഞങ്ങൾക്ക് കെമിസ്ട്രി ബയോളജി വെച്ചാൽ കെമിസ്ട്രി, സുവോളജി, ബോട്ടണിയാണ്. അപ്പൊ അടുത്ത വർഷം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് മാത്സ് ആണ്. അപ്പൊ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണം. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ, വലിയ ഈസി എന്ന് ഞാൻ പറയുന്നില്ല. കുറെയൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് പറയാ, കുറെയൊക്കെ എളുപ്പമുള്ളതൊക്കെ, എളുപ്പമല്ല, ഒരു മീഡിയം ലെവൽ എന്ന് പറയാം. പിന്നെ എന്താണ്, കുറെ പേര് ലൈവ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവിലുള്ള പറഞ്ഞത് എന്തായാലും എന്നൊക്കെ പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കഴിഞ്ഞ ഗ്യാപ്പ് കിട്ടിയപ്പോൾ മാത്സ് ഒട്ടും പഠിക്കാൻ പറ്റിയില്ല, ഫിസിക്സും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ എന്തൊക്കെ എഴുതിയിട്ടാണ് വന്നത്. ഇന്നത്തെ ഫിസിക്സ് അങ്ങനെ തന്നെ ഞാൻ ആൻസർ കീ നോക്കിയപ്പം എനിക്ക് തെറ്റിയിട്ടില്ല, ഞാൻ കൺഫ്യൂഷൻ ആയത് എനിക്ക് ശരിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ടെൻഷൻ വന്നു. അപ്പൊ അതുകൊണ്ട് പബ്ലിക് എക്സാമിന് അങ്ങനെ വരരുത്. നമുക്ക് എന്തായാലും വന്നിട്ട് ഉറപ്പുണ്ടാവില്ല, ചിലപ്പം കിട്ടും, ആ ഒരു ഇത് നമുക്ക് പബ്ലിക് എക്സാമിന് വരരുത്. അതുകൊണ്ട് മാത്സിൽ എനിക്ക് കുറെ പറ്റിയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടപ്പം എല്ലാം അറിയുന്നത്, എല്ലാ സംഭവം അറിയാം, ഞാൻ പഠിച്ചാണ്. ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു, അല്ലെങ്കിൽ പകുതി എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നു. അപ്പൊ അത് ശരിക്കും ചെയ്ത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറെ മുമ്പാണ്. ഈ കിട്ടിയ ഗ്യാപ്പിൽ എനിക്ക് അങ്ങനെ പറ്റിയില്ല. പിന്നെ മാത്സ് എന്ന് പറയുമ്പോൾ തലയിൽ കുറെ നിൽക്കില്ലല്ലോ, നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നല്ലോ. വീണ്ടും വീണ്ടും ചെയ്യുന്ന അനുസരിച്ചാണ് മനസ്സിൽ നല്ല രീതിക്ക് സെറ്റ് ആവുക. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങൾ വേറെ സ്ട്രീമാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്കും PYQ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കമന്റിൽ അറിയിക്കണം. കുറെയൊക്കെ PYQ എന്ന് പറയുന്നല്ല, കുറെ PYQ വരുന്ന പറഞ്ഞൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇത് പബ്ലിക്കിന് ഉണ്ടാവുന്ന അറിയില്ല. ചിലതൊക്കെ ഏതോ 1-2 റിപ്പീറ്റഡ് ആയിട്ട് ചിലത് ചോദിച്ചിട്ടുണ്ടാവായിരിക്കല്ലേ, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ ഇങ്ങനെ എഴുതി പോയതാണ്. എന്നാൽ ക്വസ്റ്റ്യൻ പാറ്റേണും അങ്ങനെ ടഫ് ആക്കിയെന്ന് വെച്ചാൽ ഞാൻ ടഫ് ആക്കിയതല്ല, നമുക്കറിയാലോ. പിന്നെ സീക്വൻസിലൊന്നും 6 മാർക്കിന്റെ ചോദ്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഞാൻ സീക്വൻസിന് മറ്റേ ഒരു സമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷയായിരുന്നു. ചിലപ്പോൾ അത് പബ്ലിക്കിന് ഉണ്ടാവുമായിരിക്കും. ഞാൻ എനിക്ക് ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, ഞാൻ ചെയ്തായിരുന്നു. ടാനെക്സിന്റെ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, അത് മാത്രം ഞാൻ ചെയ്ത് പഠിച്ചില്ല. സൈനക്സ് കോസസ് ചെയ്ത് പഠിച്ചു, ടാനെക്സിന്റെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പോയതാണ്. അപ്പൊ അതിന്റെ ഒരു തെറ്റെനിക്ക് മനസ്സിലായി. എനിക്ക് ചെയ്തു വന്നപ്പോ കൺഫ്യൂഷൻ ആയി. അങ്ങനെ ഞാൻ എന്തൊക്കെയോ അവിടെയൊക്കെ ചെയ്തു വെച്ചു, കാരണം മോഡലല്ല പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഡെറിവേറ്റീവ്, മറ്റേ അരിത്തമെറ്റിക് മീൻ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ ഞാൻ അന്ന് ചെയ്ത് പഠിച്ചായിരുന്നു. ഇന്നലെ ജസ്റ്റ് ഇക്വേഷൻ നോക്കി പോയതേ ഉള്ളൂ. കുഴപ്പമില്ല, അതിന് എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പബ്ലിക് എക്സാമിന് നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നല്ല രീതിക്ക് ചെയ്ത് സെറ്റായിട്ട് തന്നെ പോകണം. ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ തീരെ പഠിക്കാത്തവരൊക്കെ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ പഠിക്കാനായിട്ട്. ഞാനിപ്പോ കുറച്ചൊക്കെ പഠിച്ച ഒരാളായിട്ട് ഇന്ന് എനിക്ക് വയ്യ ഗൈസ്, അവിടെ ഇന്ന് തുടങ്ങുന്നില്ല, നാളെ തൊട്ട് തുടങ്ങുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം കെമിസ്ട്രിയും പിന്നെ ഹിന്ദിയുമാണ് ചെയ്യുന്നത്. കെമിസ്ട്രിക്കാണ് ഗ്യാപ്പ് ഇല്ലാത്തത്, പിന്നെ ഇംഗ്ലീഷ് നോക്കുമായിരിക്കും. പിന്നെ മാത്സിനും ഫിസിക്സിനൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് ഇനി വരുന്ന എക്സാമിന്. അപ്പൊ മാത്സ് ആ ഗ്യാപ്പിലേക്ക് നന്നായി ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് ഇങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചത് മോഡലല്ലേ, ഒക്കെ കുഴപ്പമില്ല, എത്ര കിട്ടട്ടെ. എനിക്ക് എന്തായാലും എന്നെ കുറിച്ച് വിലയിരുത്താൻ പറ്റി. നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ കിട്ടിയോ ഗൈസ്, അതോ നിങ്ങൾക്ക് വേറെ ദിവസം ക്ലാസ് ഉണ്ടോ ഇനി വരുന്ന ദിവസങ്ങളിൽ, എന്താണ് സംഭവം, നിങ്ങൾക്ക് പേപ്പർ ഒക്കെ തരുമെന്ന് പറഞ്ഞു, എന്താണ് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമന്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇനി ഓൾ ദി ബെസ്റ്റ്. ഇനി പബ്ലിക് എക്സാമിനാണ് നമുക്ക് പഠിക്കേണ്ടത്. SSLC-ക്കാര് ഇത് കണ്ട ശേഷം നിങ്ങൾ വേഗം ബയോളജി, സോഷ്യൽ പോയി പഠിച്ചോളൂ. ബൈ.